അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് വരാം അല്ലേ. മിച്ചുവിന് വിട്ടതിന് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം മിച്ചുവിന് വിടുന്ന ആ ഒരു സീനൊന്നും കാണിക്കാനേ പറ്റില്ല. മിച്ചു എണീക്കുമ്പോൾ തന്നെ ഒരു നേരമാവും. എന്നിട്ട് അതിന് ശേഷം കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി ഫുഡും കൊടുത്ത് വാപ്പച്ചിയോട് വിടണമെന്നാണ് ഏറ്റവും വലിയ ടാസ്ക്. 9 മണിയാകുമ്പോൾ വാപ്പച്ചി പോകാൻ വേണ്ടി റെഡിയായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡും കഴിച്ചതിന് ശേഷമാണ് ഞാൻ വെറുതെ ഫോണും തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്തെ താഴത്തെ വീട്ടിലെ മാമ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഒരു കിളിക്കൂടുണ്ട്, ഇറങ്ങി നോക്കാൻ. അങ്ങനെ ഞാൻ പോയി കിളിക്കൂടൊക്കെ നോക്കിയിട്ട് വന്നതിന് ശേഷം അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് പോയൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ തീ പോവും. കാരണം ഇന്ന് ഇതാണ് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അരി അടുപ്പത്തിടുന്നത്, അരി വേവിക്കുന്നത്, പിന്നെ വീട് ക്ലീനിങ് പരിപാടിയൊക്കെ മാമിയുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇന്ന് മാമി വീട്ടിലില്ല. അത് കാരണം എനിക്ക് ഈ വക പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എനിക്കുള്ള ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തെ കുറച്ച് കറികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു റംബുട്ടാൻ ഇരിക്കണം. അങ്ങനെ ആ റംബുട്ടാനും കഴിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ആലോചിച്ചത് എനിക്ക് കരിവേപ്പില തീർന്നു. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് താഴെ വരണം, കുളത്തിൻ്റെ സൈഡിലോട്ട് വരണം. ഞാൻ പറഞ്ഞില്ലേ പഴയ വീടും പുതിയ വീടും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പഴയ വീട്ടിലാണ് അടുക്കളയെന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പുതിയ വീട്ടിലാണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഫ്രണ്ടിലോട്ട് ആ ഒരു പിങ്ക് പെയിൻ്റ് അടിച്ചിരിക്കുന്നില്ലേ, അതാണ്. ബാക്കിലോട്ട് പഴയ വീടാണ്. പഴയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ അത്രത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് കറിവേപ്പില നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊരു കുഞ്ഞു കുളമുണ്ട്. അവിടെ മോട്ടർ ഇട്ടിട്ട് നമ്മൾ വെള്ളം എടുക്കാറുണ്ട്. വെള്ളം എടുക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല, കുടിക്കാൻ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ അല്ലാണ്ട് കുളിക്കാനും തുണി വാഷ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് കുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. അപ്പം ഞാൻ കുറേ കറിവേപ്പിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്കൊരു 2 ആഴ്ചത്തേക്കുള്ള കറിവേപ്പില ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കുളം ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അടിയിൽ ആ ഒരു വലയുടെ സൈഡിലായിട്ട് കണ്ടില്ലേ, അതാണ് നമ്മുടെ കുളം. അത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കൂല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കൊക്കോക്ക മരമുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഇവിടെയൊക്കെ കൊക്കോക്ക എന്നാണ് ഈ ഒരു സംഭവത്തിന് പറയണത്. പച്ചയായിട്ട് നിൽക്കുന്നതാണ്, പഴുത്തിട്ടില്ല. പഴുത്താലും നമുക്കങ്ങനെ കിട്ടാറില്ല. കാരണം ഈ കുളത്തിൻ്റെ സൈഡിലൊന്നും നമ്മളങ്ങനെ എപ്പോഴും ഇറങ്ങാത്തത് കാരണം മറന്നു പോവും ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കാരണം. അത് കാരണം കിളികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് കണ്ട്, കാന്താരി മുളക്. അങ്ങനെ മുളക് പറിക്കാമെന്ന് വിചാരിച്ച് മുളകും പറിച്ച്. ഇങ്ങോട്ടൊക്കെ അങ്ങനെ എപ്പോഴും ഇറങ്ങാത്തത് കാരണം ഇറങ്ങുന്ന ടൈമിലൊന്ന് പറിച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ബാക്കി ഇല്ലാത്തത് അവിടെ നശിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ തടിയും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ മരം വെട്ടിയതിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം വെട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ തടിയൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ എനിക്കൊരു പേരയ്ക്ക കിട്ടി. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ജിൻസാമി തന്നതാണ് ഈ ഒരു പേരയ്ക്ക. അപ്പോൾ അതും കൂടി ഞാൻ ഞാൻ എടുത്ത് അടുക്കളയ്ക്കകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ മറ്റേ പേരയ്ക്ക ഉണ്ടല്ലോ എനിക്ക് ജിൻസാമി എന്ന ആ പേരയ്ക്കവും ഞാൻ എടുത്ത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകൊക്കെ ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇനി കറിവേപ്പില എടുത്തിട്ട് ഒരു നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില നന്നായിട്ട് കഴുകി. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കേടാവത്തില്ല കേട്ടോ. ഒരു 2 ആഴ്ച, ഏകദേശം 3 ആഴ്ച വരെയൊക്കെ നമുക്ക് ഈ കറിവേപ്പില നമുക്ക് നല്ല വൃത്തിയായിട്ട്, അതായത് കേടൊന്നും ആവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ കഴുകി വെക്കണം. ഈ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ ഡ്രൈ ആക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ആക്കിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിളൊക്കെ ഒന്ന് എടുത്തെടുത്തിട്ട് ആ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി തണ്ട് കിട്ടിയിട്ടുണ്ട്. ആ തണ്ടൊക്കെ ഞാൻ എടുത്തൊന്ന് വേസ്റ്റിലോട്ടിട്ട് കറിവേപ്പില ഫ്രിഡ്ജിലോട്ടും വെച്ച്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പേരയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പേരയ്ക്ക നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇന്നലെ നമ്മൾ ചൂര മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പൊരിക്കാൻ മാത്രം കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം ആ ചൂരമീൻ ഇന്നിപ്പോൾ സാമ്പാറുള്ളത് കാരണം ചൂരമീൻ ആ ബാലൻസ് ഉള്ളത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂരമീനും എടുത്ത് പച്ചക്കറി എടുത്ത് എനിക്ക് തോരന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എടുത്ത് എന്നിട്ട് ആ മീൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഐസ് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പച്ചക്കറി എൻ്റെ കയ്യിൽ അമരക്കയും ബീട്രൂട്ടുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മീനും കൂടി പൊരിച്ചാൽ മതി. രാവിലെ മാമി സാമ്പാർ വെച്ചിട്ടാണ് പോയത്. അപ്പം ചോറ്റിന് ഇത് മാത്രം മതിയെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പച്ചക്കറി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോ നാട്ടിൽ ഓരോന്നായിരിക്കും തോരന് പറയണത്. തോരനെന്ന് ഉപ്പേരി എന്ന് പറയണവരും ഉണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ തോരൻ എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ഇടയ്ക്ക് ഞാൻ ചോറും കൂടി നോക്കാൻ പോകുന്നുണ്ട്. അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ പണി പാളും.
അടുപ്പിലാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തിനാണ് പാത്രം വെച്ചേക്കുന്നതെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് അടിക്കാം. വേറൊന്നിനുമല്ല, രണ്ടുണ്ട് ബെനിഫിറ്റ്. ഒന്നാമത് നമുക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം കിട്ടും. പിന്നെ അതാ ഞാൻ തോരനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തോരൻ അരിഞ്ഞത് ഇനിയിപ്പോൾ അതൊരു പാത്രം കഴുകിയിട്ട് അത് അടുപ്പത്തോട്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ പാത്രങ്ങളിങ്ങനെ ഒരുപാട് സിങ്കിൽ കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകാൻ. അത് നമുക്ക് മടി തോന്നിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന പാത്രങ്ങൾ അങ്ങ് കഴുകി വയ്ക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇപ്പോൾ തോരൻ വെച്ചിട്ടാണെങ്കിൽ അടുത്ത് വിഴുക്ക് വെക്കുകയാണെങ്കിൽ ഞാൻ അതേ പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കും. ആ തോരൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട്. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മടിയും തോന്നും, ജോലി ചെയ്യാനും തോന്നൂല. പിന്നെ അടുപ്പത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. മീനിന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വരുമല്ലോ. അപ്പം മീനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂര മീനാണ്. അപ്പം മീനും കൂടി കട്ട് ചെയ്ത് നമ്മളൊന്ന് പുരട്ടി വെക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ നോക്കണത് വേറൊന്നുമല്ല കേട്ടോ, താനേ ഗ്യാസ് ഓഫായി. അപ്പം ഗ്യാസ് ഓഫായിട്ട് എത്ര നേരമായെന്ന് ഞാൻ ശ്രദ്ധിച്ചുമില്ല. പോരാത്തതിന് ഇനി ഗ്യാസ് തീർന്നിട്ട് ഓഫായതാണോ എന്നും ടെൻഷൻ അടിച്ച്. എന്തായാലും അല്ല, ഞാനതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച്. കാരണം എപ്പോഴാണിത് ഓഫായെന്ന് അറിഞ്ഞൂടല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു ആക്രിക്കാരൻ വന്നിട്ട് ആക്രി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആക്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ്. എന്നാലും എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതായത് നമ്മുടെ പഴയ വീട്ടിൻ്റെ ചുറ്റിനും കുറേ വാതിലുകളുണ്ട്. അപ്പോൾ അതിൽ കൂടെ എങ്ങനെ വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അയാൾ പോയാൽ ഇല്ലേ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയത്. പക്ഷേ അയാൾ അങ്ങ് പോയി കേട്ടോ. പോയിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പരിപാടി ചെയ്തത്. പിന്നെ ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തോരനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീനിനുള്ള സംഭവങ്ങളും റെഡിയാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതേ മീൻ റെഡിയായിട്ടുണ്ട്, തോരനും റെഡിയായി. ഞാൻ മീനിനുള്ള അരപ്പ് പുരട്ടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മീനും പൊരിച്ച് വെച്ചു. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതല്ല, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് അടുത്ത മുറ്റത്തോട്ട് ഇറങ്ങി. വേറൊന്നുമല്ല, വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് ഒന്ന് ചെടിക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് കുറച്ച് വെജിറ്റബിളേ ഉള്ളൂ, അതായത് ഇന്ന് ബീട്രൂട്ടും അമരയ്ക്കും മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അത് എൻ്റെ 2 മുളകുകൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെതായ 2 കുരുട്ട് മുളകുകൾ നിൽക്കണ വേണ്ട. പിന്നെ ഞാൻ വന്നിട്ട് അടുത്ത് വളരെ വളരെ സാഹസികമായിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അരി വടിക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വടിച്ചല്ലേ പറ്റുള്ളൂ, ഒറ്റയ്ക്കല്ലേ ഉള്ളുമായിരുന്നു. അങ്ങനെ പതിയെ എടുത്തൊന്ന് കമത്തി വെച്ച് നോക്കി, എങ്ങാനും വീഴുമെങ്കിൽ ഇട്ടിട്ട് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞാനങ്ങ് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിങ്ങനെ കുനിഞ്ഞ് അതിനകത്തൂടെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഴോ എന്നുള്ള ടെൻഷനിലാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, സെറ്റായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അരി വടിക്കുക. അപ്പം അടുക്കളയിലെ പരിപാടിയൊക്കെ തീർന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിൽ വന്ന് എന്തെങ്കിലും ഒക്കെ പരിപാടി ഉണ്ടാകുന്ന നോക്കിയിട്ട് അവിടെ എല്ലാം അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് TV കാണാമെന്ന് വിചാരിച്ച് TV കാണാൻ വേണ്ടിയിട്ട് റിമോട്ട് തപ്പി. ഇപ്പോൾ റിമോട്ട് കാണാനില്ല. പിന്നെ റിമോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് TV ഇട്ടങ്ങോട്ട് ഓണാക്കിയപ്പോഴത്തേക്കാണ് മുകളിൽ എല്ലാവരും വന്നൊരു സൗണ്ട് കേട്ടത്. അങ്ങനെ ഞാൻ കരുതി അപ്പോൾ ഇനിയിപ്പോൾ TV ഒന്നും കാണണ്ട, മുകളിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് പോയി. വേറൊരു കോമഡിയാണ് ഉണ്ട്. യൂട്യൂബ് എടുത്താൽ മിച്ചു കാണുന്ന കുറേ കാർട്ടൂണിൻ്റെ അത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ, വേറൊന്നും കാണാനില്ല. മുകളിൽ ഞാൻ വെച്ച തോരനും കൂടി എടുത്തുകൊണ്ട് പോയി. കാരണം അവിടെ തോരനൊന്നും ഉണ്ടാവില്ല. കൊച്ചുമ്മായും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. അങ്ങനെ ഞാൻ മുകളിൽ പോയപ്പോഴത്തേക്കാണ് ഇവിടെ ഈ പരിപാടി കണ്ടത്. റംബൂട്ടാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പുറത്ത് വലിയാപ്പാര വീട്ടിൽ നിന്നിട്ട് എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലെ റംബൂട്ടാനും ആണ് ആ സൈഡിൽ നിന്ന് പറിച്ചു. പിന്നെ ഞാൻ മുകളിൽ വന്ന് സാലഡിനും കൂടി അരിഞ്ഞ്, പിന്നെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു, മീനും കൂടി പൊരിച്ച് വെച്ച് സാലഡും കൂടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഉമ്മച്ചിമാക്ക് ചോറ് കൊടുത്ത്. മുകളിൽ കൊച്ചുമ്മയും മാമിയും കൊച്ചായും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത്. അപ്പം അതുകൊണ്ടിട്ട് കൊച്ചുമ്മ ഇങ്ങ് എത്തിയതുമില്ല. കൊച്ചുമ്മ എന്തോ കടയിലൊക്കെ പോകാനുള്ളത് കാരണം കൊച്ചുമ്മ അവിടെ ഇറങ്ങി, പാലോട് ഇറങ്ങി. അപ്പം ഞാൻ ഉമ്മച്ചിമാക്ക് ചോറും കൊടുത്തിട്ട് താഴെ ഇനി പോവുകയാണ്. ഉടനെ ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും സാമ്പാറും പൊരിച്ച മീനും തോരനും പിന്നെ മുകളിൽ നിന്നെടുത്ത അച്ചാറും കൂടി ആയിട്ട് പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയില്ലേ അതും കൂടി എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും നെസ്റ്റാൾജി ആയിരിക്കുമല്ലോ. ഈ ഒരു സാധനം കഴിച്ചു. പക്ഷേ പഴയ ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, ആ നെസ്റ്റാൾജിയുടെ ടേസ്റ്റൊന്നുമില്ല. പിന്നെ ഞാൻ റൂമിലെ ബെഡൊക്കെ ഇട്ടിട്ട് അടുത്ത് അലമാര ഒന്ന് ഫുള്ള് മെസ്സായി കിടപ്പുണ്ട്. തുണികളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് അടുക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോർഷൻ ഫുള്ള് മെസ്സായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ വാച്ച് കണ്ട,
ഈ വാച്ച് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പുറത്തെ വലിയപ്പാടെ വൈഫ്, അതായത് വലിയമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ട് തന്നതാണ്. ഞാൻ അതിനിടയ്ക്ക് കണ്ട ആ തേൻമിഠായും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബോക്സിനെ പറ്റി, അതെന്താണ് എൻ്റെ നൊസ്റ്റാൾജിയെന്ന്. അപ്പോൾ അതൊക്കെ ഫുള്ള് ഇങ്ങനെ എന്തോ പോലെയൊക്കെ കിടക്കായിരുന്നു കേട്ടോ. അതായത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എങ്കിലും നമ്മളിങ്ങനെ അടുക്കി പറക്കി ഇടാതിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങളുണ്ട്, സ്ഥലമില്ലാത്ത പോലെ തോന്നും. അങ്ങനെ ഞാൻ അതൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറേ ആവശ്യമില്ലാത്ത അലക്കുലത്ത് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും കൺമഷി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ എവിടെയായിട്ട് കിടക്കായിരുന്നു. പക്ഷേ എനിക്കിത് എല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ചപ്പോഴത്തേക്ക് നല്ലൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വാച്ച് പിന്നെ ഓൺ ആവത്തേ ഇല്ല, അതിൻ്റെ ചാർജർ പോലും കാണാനില്ല. പിന്നെ അതുവരെ ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് ഇട്ടിരുന്നത്. കാരണം എടുക്കും വെക്കും അങ്ങ് എടുത്ത്. പിന്നെ ATM ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കാണാതെ പോയ എല്ലാ സാധനങ്ങളും എനിക്കിന്ന് തിരിച്ചു കിട്ടി കേട്ടോ. എൻ്റെ ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ഒന്നും കാണാനില്ലായിരുന്നു, അതൊക്കെ തിരിച്ചു കിട്ടി. പിന്നെ എൻ്റെ മുഖത്തിടുന്ന കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ആ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ബോക്സിനകത്തും വെച്ചിട്ട് കുറച്ച് ഹെയർ ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്തോട്ടെടുത്ത് വെച്ചിട്ട് എപ്പോഴും എടുക്കുന്ന അല്ലാത്ത സാധനങ്ങളെല്ലാം, അതായത് നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ എടുക്കുകയുള്ളൂ കോസ്മെറ്റിക്സൊക്കെ, അതൊക്കെ മാത്രം അതിനകത്ത്, അതായത് എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ മാത്രം അതിനകത്ത് വെച്ചിട്ട് എപ്പോഴും എടുക്കുന്ന സാധനങ്ങളെല്ലാം സൈഡിലോട്ട് ഒതുക്കി വെച്ച്, പിന്നെ വാച്ചും വളയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ പെർഫ്യൂമും അങ്ങനെ എല്ലാം സൈഡിലോട്ട് ഒതുക്കി വെച്ച്. അതൊക്കെ ആകുമ്പം എപ്പോഴും എടുക്കുന്നതല്ലേ. നമ്മളിപ്പം ചീപ്പും, അതായത് 2 ചീപ്പ്, ഒന്നെൻ്റെതും ഒന്നെൻ്റെ മോൻ്റെതും. പിന്നെ ഇത് മിച്ചുവിൻ്റെ മാസ്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റി ക്രയോൺസും നെയിം സ്ലിപ്പും ഇതൊന്നും. പിന്നെ ഒരു കാര്യമുണ്ട്, മിച്ചുവിൻ്റെ കയ്യെത്തിനടുത്ത് വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധനം കയ്യിൽ കിട്ടൂല. പിന്നെ എന്നാലും ഞാൻ അത് അവിടെ തന്നെ അങ്ങ് വെച്ച്. മിച്ചുവിൻ്റെ സ്റ്റഡി ടേബിളാണ്, അതിനകത്താണ് മിച്ചുവിൻ്റെ യൂണിഫോമും പിന്നെ മിച്ചുവിൻ്റെ ക്രയോൺസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അത് പിന്നെ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ എൻ്റെ അലമാര ഞാൻ എങ്ങനെ സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പം നേരത്തെ കണ്ടപ്പം ഒട്ടും സ്ഥലമില്ലാത്തതുപോലെ തോന്നി, പക്ഷെ ഇപ്പോൾ അടുക്കി വെച്ചപ്പോൾ കണ്ട എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല സ്ഥലം ഉള്ളതായിട്ടും തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ചൊന്ന് മിച്ച് 2 മണിയായിട്ടേ ഉള്ളൂ. അപ്പം മിച്ച് വരണത് വരെ, മിച്ച് 3:30 എത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ഫോണൊക്കെ കണ്ട് കിടന്നപ്പോഴത്തേക്ക് മിച്ച് എത്തി. പിന്നെ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് കുറേ സ്നേഹപ്രകടനമായിരുന്നു. എന്തിനുമ്മേ വീഡിയോ എടുക്കണത്, എന്തിനാണ് വീഡിയോ എടുക്കണത്, യൂട്യൂബിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കണതാണ്. പക്ഷേ ഇരുട്ടത്തായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ചിരിക്കണതൊന്നും. അതിനിടയ്ക്ക് എന്നെ ഇത്രയും നേരം കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഫുൾ അംഗമാണ് കേട്ടോ. കാരണം അടുത്തിനി മദ്രസയിൽ പോകണം, അതിൻ്റെ ബഹളമാണ്. അടുത്ത് 4 മണിയാകുമ്പോൾ മദ്രസയിൽ പോകണം, 3:30 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും, അടുത്ത് കുളിച്ച് ഫുഡ് കഴിച്ച് അടുത്ത് മദ്രസയിൽ പോകണം, അതിൻ്റെ ഫുൾ അംഗമാണ്. ബാത്റൂമിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങൂല, ഫുള്ള് വെള്ളത്തിൽ കളിയും അങ്ങനെ. പിന്നെ ഞാൻ കുളിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തലതോർത്തി എടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം, ഉമ്മി ഞാനിന്ന് മദ്രസയിൽ പോകണില്ല, ഇന്ന് മദ്രസ ഉണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഒരു ബഹളമായിരുന്നു. പിന്നെ ഞാൻ എടുത്തോണ്ടൊക്കെ എടുത്തപ്പം എന്നെ തറയിലാക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് അടുത്തത് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണേ. ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ വെച്ച് ചോറ് കഴിക്കില്ല, അപ്പോൾ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും കൊടുക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ചോറും കൂടി കൊടുത്ത്, ചോറ് കൊടുക്കണമെങ്കിൽ ടി വി ഉണ്ടായാലേ ചോറ് തിന്നോളൂ. പിന്നെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് പൊന്നൂസിൻ്റെ കൂടെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പൊന്നൂസിൻ്റെ കൂടെ അവൻ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും കൂടി മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കൊച്ചുമ്മ ഇല്ലാത്തതല്ലേ, ഇപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിശക്കൂലെന്ന് വിചാരിച്ചിട്ട് നൂഡിൽസ് റെഡിയാക്കി നൂഡിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചായയും കൂടി അങ്ങ് ഇട്ട്, ചായ ഇട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ ചായയും കൂടി അങ്ങ് ഇട്ട് റെഡിയാക്കി. അർസൂനും ഫാത്തിക്കും രാവിലെയാണ് മദ്രസ, 6 മണിക്കാണ് മദ്രസ, അതുകൊണ്ട് അവർക്ക് മദ്രസയിൽ പോകണ്ട. പിന്നെ ഞാനും ചായ ഇട്ട് ഞാനും കുടിച്ച് പിള്ളേർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ചായയും മുറുക്കും കൂടിയാണ് കഴിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത് താഴോട്ടിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് ഫുള്ള് മഴയായിരുന്നു, വെയിൽ കണ്ടതേയില്ല, നല്ല മഴയായിരുന്നു. പിന്നെ ചെടിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെടി നോക്കാൻ പുറത്തോട്ട് ഇറങ്ങി. മഴയുണ്ട്, ചെറിയ മഴ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ചെടികൾ ഇതൊക്കെയാണ്. ഇതൊന്നും എൻ്റെ കൃഷിയല്ല കേട്ടോ, ഇതൊക്കെ മാമിയുടേതാണ്. മാമി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഈ പരിപാടിയെല്ലാം.
നല്ല അടിപൊളിയായിട്ടില്ലേ ആ പുല്ലിൻ്റെ ഇടയ്ക്ക് ആന്തൂറിയത്തിൻ്റെ ചെടി വന്നപ്പോഴത്തേക്കും. പിന്നെ അതാ നല്ല നല്ല റെഡ് കളറിലുള്ള ആന്തൂറിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ജമന്തി ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ വേനൽക്കാലത്ത് നല്ലോണം വെള്ളം കിട്ടാത്തതൊക്കെ കാരണം കുറേ ചെടികളൊക്കെ അങ്ങ് നശിച്ചു പോയി കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും മിച്ചു മദ്രസയിൽ നിന്ന് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ദൈ പറയണം. ഉമ്മ എന്തിനാണ് വീഡിയോ എടുക്കണമെന്നൊക്കെയാണ് അവൻ്റെ സംശയം. കാരണം ഞാനങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കാറില്ലല്ലോ, ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴും ചെയ്യാറില്ലല്ലോ. അപ്പോൾ അവൻ്റെ കുറേ ഡൗട്ടുകളാണ്, ഉമ്മ എന്തിനാണ് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പം നമസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് മിച്ചുവിനെ പഠിപ്പിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും കൊച്ചുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമ്മ വിളിച്ച് കടലയൊക്കെ, മറ്റേ കടലയും നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് കഴിക്കുന്നില്ലേ ആ സാധനം, അതായത് എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, അത് നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പം ആ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വേണമെങ്കിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം മിച്ച് കുട എടുത്ത്, പിന്നെ കുട വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച്. എന്നിട്ട് അപ്പോൾ ഞങ്ങളവിടെ മുകളിലോട്ട് കയറിപ്പോയപ്പോഴത്തേക്ക് അവരെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. പിന്നെ നമ്മളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു, കഴിച്ചു. എന്നിട്ട് താഴെ വന്ന് വീണ്ടും മിച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു. കുറേ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോംവർക്കൊക്കെ എഴുതിപ്പിച്ച്, പിന്നെ ഹോംവർക്ക് എഴുതാനൊന്നും അത്ര ഭയങ്കര മടിയുള്ളൊരു കുട്ടിയൊന്നുമല്ല, ഹോംവർക്കൊക്കെ എഴുതിക്കോളും. പക്ഷേ ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുറേശ്ശെയൊക്കെ എഴുതും. പിന്നെ അത് ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാനും മിച്ചും കൂടി ഇഡ്ഡലി കഴിച്ചു. രാവിലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ മിച്ചുവിന് ഇഡ്ഡലി സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും മിച്ചു കഴിക്കൂല കേട്ടോ, 2 കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിരുന്ന്, ബാക്കി ഞാനാണ് കഴിച്ചത്. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ കിടക്കാനുള്ള ടൈമായി. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ മിച്ചും കൂടി കിടക്കാൻ വേണ്ടി കയറി. അതിനിടയ്ക്ക് ഞാൻ രാത്രി എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നു. അപ്പം ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Assalamualaikum warahmatullahi wabarakatuh. Bye bye.